4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കേരളത്തിലെത്തും. വൈകിട്ട് 6 മണിക്ക് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തുന്ന രാഷ്ട്രപതിയെ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിക്കും. ഇന്ന് രാജ്ഭവനിൽ വിശ്രമിക്കുന്ന രാഷ്ട്രപതി നാളെ ശബരിമല ദർശനം നടത്തും. രാഷ്ട്രപതിയുടെ വരവ് കണക്കിലെടുത്ത് നഗരത്തിൽ സുരക്ഷ ശക്തമാണ്. എസ് ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, 4 ദിവസത്തെ സന്ദർശനത്തിനായിട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കേരളത്തിൽ എത്തുകയാണ്. എങ്ങനെയാണ് സന്ദർശനമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? വിവിധ പരിപാടികൾ പ്രകാരമായിരിക്കും. രോഹിണി, 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കേരളത്തിലെത്തുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ തിരുവനന്തപുരത്ത് രാഷ്ട്രപതി എത്തുന്നത്. രാഷ്ട്രപതിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ചേർന്ന് വിമാനത്താവളത്തിൽ സ്വീകരിക്കും. ശേഷം കോൺവോ വാഹനത്തിൽ, പ്രത്യേക വാഹനത്തിൽ രാജ്ഭവനിലേക്ക് പോവുകയും ചെയ്യും. ഇന്ന് രാജ്ഭവനിലാണ് വിശ്രമമുള്ളത്. നാളെ രാവിലെ 10 മണിയോടുകൂടി ഔദ്യോഗികമായി വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. നാളെയാണ് ശബരിമല ക്ഷേത്ര ദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. രാവിലെ 10 മണിയോടുകൂടി രാജ്ഭവനിൽ നിന്നും വാഹന വ്യൂഹം ഹെലിപ്പാഡിൽ, അതായത് വിമാനത്താവളത്തിലെത്തി അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം നിലയ്ക്കലിലേക്കും, നിലയ്ക്കലിൽ നിന്ന് പിന്നെ പമ്പയിലേക്ക് റോഡ് മാർഗവും എത്തും. പമ്പയിൽ നിന്ന് നേരെ ശബരിമലയിലെത്തി ക്ഷേത്ര ദർശനം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി നടത്തുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം വൈകിട്ട് ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ഓഫീസിൽ വിശ്രമിച്ച ശേഷം അവിടെ നിന്ന് വൈകിട്ട് 4:30 തിരുവനന്തപുരത്തേക്ക് തിരിച്ച് ഹെലികോപ്റ്റർ മാർഗം എത്തുകയും ചെയ്യും. രാജ്ഭവനിൽ തന്നെയാണ് നാളെയും വിശ്രമമുള്ളത്. മറ്റന്നാൾ രാവിലെ 10:00 തിരുവനന്തപുരത്തെ രാജ്ഭവനിൽ നിശ്ചയിച്ചിരിക്കുന്ന ഔദ്യോഗിക പരിപാടിയുള്ളത്. അത് മുൻ രാഷ്ട്രപതി കൂടിയായിരുന്ന KR നാരായണന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനമാണ്. അത് രാജ്ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഗവർണർ അടക്കമുള്ളവർ ഉള്ള ആ ഒരു ചടങ്ങ് നടക്കുകയും ചെയ്യും. ശേഷം വർക്കല ശിവഗിരിയിൽ പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട്. ശിവഗിരി മഠത്തിലെ ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ശതാബ്ദി ആചരണമാണ്. ആ ചടങ്ങിൽ ഔദ്യോഗികമായി രാഷ്ട്രപതി പങ്കെടുക്കുന്നുണ്ട്. മുഖ്യാതിഥിയായിട്ടാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ രാഷ്ട്രപതി എത്തുന്നത്. വർക്കലയിലും അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ കോട്ടയം ജില്ലയിലെ പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനി ജൂബിലി ആഘോഷങ്ങൾക്ക് രാഷ്ട്രപതി പങ്കെടുക്കുന്നുണ്ട്. 24-ന് എറണാകുളം സെന്റ് തെരേസസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷ ചടങ്ങിൽ മുഖ്യ അതിഥി രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. അങ്ങനെ ഇത്രയും പരിപാടിയാണ് നിലവിൽ കേരളത്തിൽ ചാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം തിരികെ ഡൽഹിയിലേക്ക്, കൊച്ചിയിൽ നിന്ന് മടങ്ങുകയും ചെയ്യും. രാഷ്ട്രപതിയുടെ വരവ് കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളാണ് തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. ഇന്നലെ രാവിലെ പ്രത്യേക ട്രയൽ റൺ, വാഹനവ്യൂഹങ്ങളുടെ അടക്കം ട്രയൽ റൺ, പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഒക്കെ ട്രയൽ നടന്നിരുന്നു. ശേഷം പോലീസിന്റെ സുരക്ഷാ വലയത്തിലാണ് തിരുവനന്തപുരം നഗരമുള്ളത്. വിമാനത്താവളം മുതൽ രാജ്ഭവൻ വരെയും രാജ്ഭവനിൽ നിന്ന് പരിപാടി നടക്കുന്ന വർക്കല അടക്കമുള്ള മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. വഴിയോരങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനടക്കം പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ വാഹനവ്യൂഹങ്ങൾ കടന്നുപോകുന്ന വഴികൾ, ഒപ്പം തന്നെ എയർപോർട്ട് മേഖലയിലടക്കം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ നിർത്തിയിടാനോ ഒന്നും തന്നെ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമാണ് സിറ്റി പോലീസ് കമ്മീഷണറും ജില്ലാ കളക്ടറും നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ ഏതെങ്കിലും നടപടി ലംഘിച്ചുള്ള വാഹന പാർക്കിംഗ് ഉണ്ടെങ്കിൽ അവർക്കെതിരെ കൃത്യമായി നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ തിരുവനന്തപുരം നഗരത്തിൽ, പ്രത്യേകിച്ച് വിമാനത്താവളം, ചാക്ക, ശംഖുമുഖം അടക്കമുള്ള മേഖലകളിലും, ജനറൽ ആശുപത്രി, പാളയം, ഓൾ സെയിൻസ് മേഖലയിലും, കവടിയാർ അടക്കമുള്ള മേഖലകളിലും വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ വാഹനങ്ങൾ മറ്റ് ചില റൂട്ടിലേക്ക് കടത്തിവിടുമെന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുള്ളത്. നാളെ രാവിലെയും രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം ഹെലിപാഡിലേക്ക്, അതായത് എയർപോർട്ടിലേക്ക് എത്തുന്ന സമയത്തും യാത്രാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ടും അതേപോലെ തന്നെ 6 മണി മുതൽ 8 മണി വരെ തിരികെ രാഷ്ട്രപതി തിരുവനന്തപുരത്തേക്ക് എത്തുന്ന സമയത്തും അത്തരത്തിലുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും NSGയുടെ അടക്കമുള്ളവരുടെ സുരക്ഷാ വലയത്തിലാണ് തലസ്ഥാന നഗരമുള്ളത്. ഒരു ഇടവേളയ്ക്ക് ശേഷം രാഷ്ട്രപതി തലസ്ഥാനത്തേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, ഒപ്പം തന്നെ വരവേൽപ്പിനുള്ള നടപടികളൊക്കെയാണ് സർക്കാർ തലത്തിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പരമാധികാരി എന്ന നിലയിലാണ് രാഷ്ട്രപതി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഊഷ്മളമായ സ്വീകരണം നൽകുക, ഒപ്പം തന്നെ സുരക്ഷിതമായ യാത്രയടക്കം ഒരുക്കുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് ഈ കായികമേളയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള റഷ് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു രീതിയിലും യാത്രയെ ബാധിക്കാതിരിക്കാനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുകയാണ്. വിമാനത്താവളം, ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പരിശോധനകളും പോലീസിൻ്റെയും ഒപ്പം തന്നെ ഡോസ്കോഡിൻ്റെയും നടക്കുന്നുമുണ്ട്. പരിശോധന കർശനമാക്കിയതോടൊപ്പം തന്നെ സുരക്ഷയും തലസ്ഥാന ജില്ലയിൽ വരുന്ന 4 ദിവസത്തേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രോഹിണി.
ശരി ശാലിനി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കേരളത്തിലെത്തുകയാണ്. 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഷ്ട്രപതി എത്തുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ശക്തമാക്കിയിട്ടുണ്ട്. എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.